ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് പിന്നെ ഐശ്വര്യന്റെ കുട്ടീനെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാണ്. അപ്പോ ജേണി ഓഫ് സിസിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കാജൽ, ഇത് റീം അല്ല ഷോന എന്ന് പറയാൻ ഒരാളും കൂടെ ഉണ്ടായി. ആള് ജോലിക്ക് പോയേക്കാണ്, വന്നിട്ടില്ല. ഷോന പി.കെ. ഇത് റീം, ഇത് കാജൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. യാത്ര അപ്പോൾ നമ്മൾ ഐശുവിൻ്റെ വീട്ടിലാണ് പോണേന്ന് പറഞ്ഞില്ലേ. ഐശുവിൻ്റെ വീട് മുട്ടത്താണ്. ഐശുവിന് കുഞ്ഞാവ ഉണ്ടായിരിക്കണം. അപ്പോൾ കുഞ്ഞാവേനെ കാണാനുള്ള പോക്കാണിത്. ഇതൊക്കെ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തവരാണ് നേരത്തെ. ഇപ്പോൾ ഇവരൊക്കെ റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ്ല ഹബ്ബ് വരെ ബസ്സിന് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ ദേ ഇവിടെ നിന്ന് ബസ് കയറിയപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ എളംകുളം ഇറങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ എളംകുളത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു കലൂർ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ എളംകുളം വരെയുള്ള ടിക്കറ്റിൽ നമ്മൾ കലൂർ വരെ പോയി ഇറങ്ങി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മേടിക്കാനാണ് നമ്മൾ കയറിയത്. നമ്മൾ കലൂരുള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. പിന്നെ കൂടാതെ നമ്മൾ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞത് മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടോ. ഐശുവിൻ്റെ വീട് മുട്ടത്താണ്. അപ്പം നമ്മൾ മുട്ടത്തേക്ക് കലൂരിൽ നിന്ന് മെട്രോ കയറിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഓടിയെത്തിയപ്പോഴത്തേക്കും മെട്രോ പോയി ഗായ്സ്. മെട്രോയിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിൽക്കേണ്ട വന്നു കുറേ നേരം. ഇവരാദ്യമേ എന്നെ കാണാനാണ് വന്നത് ഞെട്ടൂർക്ക്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആണ് ഞാനും കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ പോയത്. ഇവരെയൊക്കെ ലാസ്റ്റായിട്ട് കണ്ടത് കല്യാണത്തിനാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുറത്തേക്ക് തന്നെ പോയത്. അത് ഐശുവിൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. റീമേ, ക്ഷീണുണ്ടോ? ക്ഷീണമുള്ള പോലെ നിക്കണേ. നിപ്പ് കണ്ട ക്ഷീണം തോന്നും. ഇപ്പൊ സെറ്റപ്പായി. മുട്ട ഇറങ്ങി. ഇവിടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. മെട്രോന്റെ തന്നെ ഫ്ലാറ്റ് ആണ് അത്. മെട്രോയിലെ എംപ്ലോയീസ് നിൽക്കുന്ന ഫ്ലാറ്റിലാണ് ഇവര് നിക്കുന്നത്. ചേട്ടൻ മെട്രോയിലാണ് വർക്ക് ചെയ്യണേ. അതെ, കൊറേ വട്ടം വഴിയൊക്കെ തെറ്റിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയത്. ആ ഫ്ലാറ്റ് നോക്ക്, നല്ല ഭംഗിയില്ലേ. നമുക്ക് കുറച്ചധികം പോവാനുള്ളത് കൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് ഗൈസ് പോകുന്നത്. വളഞ്ഞു പോണത്ര റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. അപ്പൊ വളഞ്ഞു ചുറ്റി പോണം. അപ്പൊ നമ്മൾ ഓട്ടോയ്ക്ക് പോകും. തന്നെ ഇതൊക്കെ എംബ്ലോക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? കളറും ഇത് തന്നെ. ഐശുവിനെ കണ്ടു. അങ്ങനെ നമ്മൾ എത്തി ലാസ്റ്റ്. അമ്മമാരോ? കുഞ്ഞാ കുഞ്ഞാവേനെ കണ്ടു. ഇപ്പൊ അൺബോക്സ് ചെയ്തു, ഇട്ട് നോക്കാൻ പോവാണ് കുട്ടി. പിന്നെ നമ്മൾ ഇട്ടില്ല. കുട്ടി അപ്പത്തേക്കും കാജലിന്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കാജലിന് ഭയങ്കര ആഗ്രഹം കുട്ടീനെ ഇപ്പൊ കരി എഴുതിപ്പിക്കണം. നോക്ക്, അതിനെ ഉറങ്ങണ കുട്ടീനെ വിളിച്ചെഴുന്നേപ്പിക്കുക. ഉറക്കിയതും കാജൽ തന്നെ എഴുന്നേപ്പിക്കണം. കാജൽ തന്നെ ഒരവസ്ഥകളെ. കല്യാണം കഴിക്കാൻ പറയായിരുന്നു. ഉണ്ടാക്കിയ കൺമഷിയ. കണ്ണൊക്കെ എഴുതി കുട്ടീനെ സുന്ദരി. ൂ കണ്ടോ? അത് ഈ ബിൽഡിംഗ് തന്നെയാ. പിള്ളേര് കളിക്കുന്നത്. മെട്രോ ദേ പോണു. മെട്രോ ഉണ്ട്. താഴെ റെയിലോ? ആ അതെ, റെയില്. വേറൊരു ഇതെന്ന് വെച്ചാല് ഇവിടെ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് വെച്ച് രണ്ടായിട്ട് മുറിയുണ്ട്. അപ്പൊ ആ സൈഡ് നോക്കിയാൽ അറിയാം. ഈ ട്രെയിൻ നേരെ പോണ ആലുവയ്ക്ക്, ഇങ്ങോട്ട് പോണ ഇതിന്റെ തൊട്ടപ്പുറത്ത് മെട്രോയുടെ ഡിപ്പോയാ ഈ ട്രെയിൻ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ലുലു മാളിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ചേച്ചി നമ്മളെ മെട്രോ സ്റ്റേഷനിലേക്ക് ആക്കി തരും.
ചേച്ചിയല്ല, സോറി ഐഷു. അതെ. ഞാൻ ഐശ്വര്യ ചേച്ചി എന്ന് വിളിക്കാനുള്ള കാരണം ഞാനും ഐഷു ആദ്യം തമ്മിൽ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാജലും ഐഷുവായിരുന്നു ഭയങ്കര കൂട്ട്. അപ്പോൾ പിന്നീട് ഞാനും കാജലും കൂട്ടായപ്പോൾ അങ്ങനെയാണ് ഐഷുവായിട്ട് കൂട്ടായി. അപ്പം ഞാൻ അതിന് മുന്നേ ഐശ്വര്യ ചേച്ചി എന്നാണ് വിളിച്ചത്. എനിക്കറിയില്ലല്ലോ സെയിം പ്രായമാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോഴും ഐശ്വര്യ ചേച്ചി എന്ന് വിളിക്കാനുള്ള കാരണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഐഷുവിൻ്റെ അമ്മയുണ്ടായി ഞങ്ങളെ മെട്രോ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. പള്ളി മെട്രോ സ്റ്റേഷനിൽ കുറേ കടകളൊക്കെ വന്നിട്ടോ. ഇത് നേരത്തെ ഉണ്ടായോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. നേരത്തെ ഉണ്ടായോ കാജലെ? നേരത്തെ ഉണ്ടായി, പക്ഷെ ഇത്ര ഉണ്ടായില്ല. ഇപ്പൊ കൊറേ ഉണ്ട്. ഉത്സവപ്പറമ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യണ്. നമ്മൾ ലുലുവിലേക്കാണ്. അപ്പൊ നമ്മുടെ ഷോന PK ഇവിടെ എത്തുന്നതാണ്. നമ്മൾ ലുലുവിലെത്തി. നല്ല തിരക്കാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അല്ലേ? അതെ, ഭയങ്കര തിരക്ക്. ഭയങ്കര വരാനേ തോന്നുന്നില്ല. ഉത്സവപ്പറമ്പിൽ പോയ ഫീല് തോന്നുന്നുണ്ട്. അതെനിക്ക് മെട്രോ ഇറങ്ങിയപ്പോ തൊട്ട് തോന്നിയതാ. അതെ, കണ്ട വയസ്സ് നല്ല തിരക്കാണ്. ഭയങ്കര തിരക്ക്. വേണ്ട. ഷോന എത്തിയിരിക്കുന്നു. വെൽക്കം ഷോന. ഷോന അതിന്റെ റിവ്യൂ പറയാനാണ്. ഇത് അതിന്റെ പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്. പക്ഷെ ഇതിൽ കുരുവൊന്നുമില്ല. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പാഷൻ ഫ്രൂട്ടിന്റെ മാതിരി ഉണ്ട്. എങ്ങനെയുണ്ട് റീം? നല്ല പാഷൻ ഫ്രൂട്ട്. നാച്ചുറൽ അല്ല, ഫ്രഷ് അല്ല, പ്രിസർവേറ്റീവാ. ഭയങ്കര റിലീഫ് ഒന്നും ഇല്ല. പുറക്കെ ഉണ്ട് കേട്ടോ അല്ലേ? അത് വേറെ സെക്ഷൻ ഉണ്ട് ചോക്ലേറ്റിന് മാത്രമായിട്ട്. ആ, ഇന്നെന്തോ ചോക്കോഡയോ അങ്ങനെ എന്തോ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറഞ്ഞു. ഈ ഒരു കുപ്പിക്ക് വേണ്ടിയ 100 രൂപ ഈ കുപ്പിക്ക്. അതിന് കുപ്പിക്കല്ല, ജ്യൂസിന്. അതിന് വേണ്ടിട്ട് നിക്കണം. നോക്ക്, 3 പേര് ക്യൂ. കാജലെ എന്തിനു നിക്കുക? ഒരു 100 രൂപയ്ക്ക് 3 പേര്. എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? വൈറ്റ് ടീഷർട്ട്. കമന്റ് ബിലോ. ഇപ്പൊ വരും ഗൈസ്, ഇപ്പൊ വരും. എവിടെ? മോശാവോ? ആള് പോയി അങ്ങോട്ട്. ആ വഴി പോയി. ഞങ്ങളൊരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കാൻ പോവാണ് ഗൈസ്. കാജൽ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല കേട്ടോ. എല്ലാവരും കൂടെ പൊതിഞ്ഞു അയാളെ. പിന്നെ നമ്മളായിട്ട് അയാളെ വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ച് പോയില്ല. സൂപ്പും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കനും പറഞ്ഞു. അവരപ്പുറത്തെന്തോ മേടിക്കാൻ പോയി. നമ്മുടെ ഐറ്റം വന്നു. അവര് ഓർഡർ ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. സൂപ്പും ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ. ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. എനിക്ക് 10:30 വരെ ഉള്ളൂ മെട്രോ. ഇപ്പൊ തന്നെ 10:10 ബൈ. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പിൽ കാണാം.
അങ്ങനെ ദേ ഞാൻ ഒറ്റയ്ക്ക് മെട്രോ ടിക്കറ്റൊക്കെ എടുത്തു. സമയം ഇപ്പോൾ 10:20 ആയിക്കണ്. അങ്ങനെ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ മഹാരാജാസ് ഇനിയിപ്പോൾ തിരക്കിയേ അങ്ങനെ ഞാൻ തിരിച്ചെത്തിയേക്കുന്നു. വൈറ്റ്ലയിൽ ഇറങ്ങി ഞങ്ങളിനി വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വൈൻഡപ്പ് ആക്കാം. ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഏകദേശം സമയം 11 മണിയായില്ലേ, 11 മണിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം പോയി കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.